ആഴ്ചപ്പാട്, അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്തുമസ് വരവായി. ഒരു സാധാരണ മതബിംബം എന്നതിനപ്പുറത്തിൽ ക്രിസ്തു സാധാരണക്കാരുടെ വികാരമായി, സാധാരണക്കാരുടെ സ്നേഹബിംബമായി, ഒരു മതേതര ബിംബമായി മാറേണ്ടതല്ലേ? ഇന്നത്തെ ക്രിസ്മസ് വിചാരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ക്രിസ്മസ് വിചാരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് രണ്ട് പ്രമുഖ സാഹിത്യ രംഗത്തെ പ്രതിഭകളാണ്. തന്നെയുമല്ല, അടുത്ത കാലത്ത് രണ്ടുപേരും ഒട്ടേറെ അവാർഡുകൾ, പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയവരാണ്. ഒന്ന് ശ്രീ സത്യൻ കോനാട്ട്. അദ്ദേഹം എഡിറ്ററാണ്, എഴുത്തുകാരനാണ്, നടനാണ്, ഒപ്പം പബ്ലിഷറാണ്. സ്വാഗതം. നമസ്കാരം സാർ. അടുത്തയാൾ മീഡിയാനെറ്റിൻ്റെ എഡിറ്ററാണ് എന്ന് മാത്രമല്ല, കേരളം അറിയപ്പെടുന്ന കവിയാണ്. സാഹിത്യരംഗത്ത് തൻ്റേതായ ഇടം ഇതിനോടകം അടയാളപ്പെടുത്തിയ ശ്രീ അക്ബർ നേര്യമംഗലം. അടുത്ത കാലത്ത് അദ്ദേഹം നേടിയ അവാർഡ് എന്ന് പറയുന്നത് എക്സലർ ബുക്സ് ഇൻ്റർനാഷണൽ അവാർഡാണ്. അതിന് അപ്പുറത്ത് അദ്ദേഹം മറ്റൊന്ന് ഭാരത് സേവക് സമാജ് അവാർഡും നേടുകയുണ്ടായി. വേറെയും പുരസ്കാരങ്ങൾ നേടുകയുണ്ടായി. സത്യൻ കോനാട്ട് അടുത്ത കാലത്ത് പുരോഗമന കലാസാഹിത്യ സംഘം ഏർപ്പെടുത്തിയ എൻ ഗോപാലകൃഷ്ണൻ സ്മൃതി അവാർഡ് നേടുകയുണ്ടായി. ഈ രണ്ട് പ്രമുഖ വ്യക്തികളെ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്രിസ്മസ് വിചാരങ്ങൾ മുന്നേറുന്നത്. ആദ്യമായി ശ്രീ അക്ബർ നേര്യമംഗലം. ക്രിസ്മസ് ലോകത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായി മാറുകയാണ് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ തെറ്റാണല്ലോ. ശരിയാണ്. എത്രയോ വർഷങ്ങളായി ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നു. ക്രിസ്മസിന് ഇത്രയേറെ പ്രാധാന്യം ജനങ്ങൾക്കിടയിൽ ലോകത്താകെ കൈവരാൻ എന്തായിരിക്കും കാരണം? അതിലൊന്ന് സാമുദായികമായൊരു മാനമുണ്ട്, മറ്റൊന്ന് ഒരു വ്യാപാര അല്ലെങ്കിൽ വാണിജ്യപരമായൊരു സംഭവമുണ്ട്, മറ്റൊന്ന് സാമൂഹികമായിട്ടൊരു ഇതുണ്ട്. കാരണം ഒന്ന് സാമുദായികമായ ഒന്ന് ക്രിസ്ത്യൻ സമുദായം ലോകമെങ്ങും ഏറ്റവും പ്രബല ശക്തിയായ ഒരു മതമായിട്ട് ക്രിസ്തു മതം ലോകമെങ്ങുമുണ്ട്. അതൊന്ന്. രണ്ട്, പറഞ്ഞ വാണിജ്യപരം എന്ന് പറയുന്ന പുതിയ കാലത്ത്, ആഗോളവൽക്കരണ കാലത്ത് ലോകമെങ്ങുമുള്ള ഒരു വിപണനം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്ന രീതിയിലേക്ക് ക്രിസ്തുമസ് പോലെയുള്ള ആഘോഷങ്ങളെ, ഇപ്പോൾ വാലന്റൈൻസ് ഡേ പോലെയുള്ള ഈ ആഘോഷങ്ങളെ എങ്ങനെ വാണിജ്യവൽക്കരിക്കാമെന്ന കണ്ണോടെയാണ് പുതിയ മാർക്കറ്റിംഗ് തന്ത്രം, പുതിയ മാർക്കറ്റിംഗ് രീതികൾ ഉണ്ടാകുന്നു. പുതിയ ചന്തകൾ എന്ന് പറയാം. മലയാളത്തിൽ ചന്ത, ഇംഗ്ലീഷിൽ മാർക്കറ്റ്. ഈ മാർക്കറ്റ് ഇങ്ങനെയാണ്. വാണിജ്യവൽക്കരണത്തിൻ്റെ കാലത്ത്, പരസ്യവൽക്കരണത്തിൻ്റെ കാലത്തൊക്കെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പുതിയ രീതിയിലുള്ള കടന്നുവരവ്. അങ്ങനെ വരുമ്പോൾ ക്രിസ്മസ് അല്ല മറ്റു ആഘോഷങ്ങളും എങ്ങനെയൊക്കെ ആക്കിയെടുക്കാം എന്നുള്ള രീതിയിൽ, അതിൽ ഇസ്ലാം മതത്തിൽ മാത്രം ചില നിബന്ധനകൾ ഉള്ളതുകൊണ്ട് മാത്രം ആ ആഘോഷങ്ങൾ അങ്ങനെയുള്ള രീതിയിലേക്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ആഘോഷങ്ങളും, ഇപ്പോൾ നമുക്കറിയാം വിഷു, ഓണം അടക്കമുള്ള ഇപ്പോൾ ഇല്ലാത്ത കാണാത്ത പല ആഘോഷങ്ങളും, പലതും പറയുന്നില്ല, ഹിന്ദു മതത്തിലുള്ള ആഘോഷങ്ങൾ ഒക്കെ വരുന്നിങ്ങനെ വാണിജ്യപരമായ വലിയൊരു സ്പേസിലേക്കാണ്, ആ ഇടത്തിലേക്ക് കൊണ്ടുവന്നാണ് ലോകത്ത് മൊത്തം ഈ ആഘോഷങ്ങൾ ഉണ്ടാക്കുന്നത്. അതൊരു വ്യവസായത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും മാർക്കറ്റിൻ്റെയും ഈ നമ്മൾ എളുപ്പത്തിൽ പറയാവുന്ന PR വർക്ക് പോലെയുള്ള ഒരു ബിസിനസ് PR വർക്കാണ് ഇതിന് പിന്നിലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടൊക്കെ കൂടിയാവാം ഈ ക്രിസ്മസിന് ഈ ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യം വരുന്നത്. സത്യത്തിൽ ഈ ക്രിസ്മസ് ആഘോഷം ഒരു ഉദാരവൽക്കരണ ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ ഇത്തരം ആഘോഷങ്ങൾ വാണിജ്യരംഗവുമായി ബന്ധപ്പെട്ട് ഒരു ലാഭാധിഷ്ഠിത സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന ചില സങ്കല്പങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി ക്രിസ്മസ് മാറിപ്പോകുന്നത് ശ്രീ സത്യൻ കോനാട്ട് എങ്ങനെ കാണുന്നു? ഞാൻ അതിനെ കാണുന്നത്, ഇപ്പോൾ യേശു ഈ ലോകത്തെ പാപികളെ രക്ഷിക്കാൻ വേണ്ടി ജന്മം കൊണ്ട ഒരു ദൈവപുത്രനായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ യേശുവിൻ്റെ ജന്മം, അല്ലെങ്കിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് തന്നെ പാപപരിഹാരത്തിനായിട്ടാണ് ആ ജന്മം ഉണ്ടായത്. യേശുവിൻ്റെ ജന്മത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനൊരു ഉയർത്തെഴുന്നേൽപ്പും കൂടെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യേശു ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ഈ ക്രിസ്മസിൻ്റെ ആകത്തുക നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തുകൊണ്ടാണ് ലോക ബാങ്കിലെ ലോക്കറിലെ പണയപ്പണ്ടങ്ങളാക്കി മാറ്റാൻ ആഘോഷങ്ങളെ ഒരു കൂടപ്പിറപ്പായി സ്വീകരിക്കുന്ന കച്ചവട സംസ്കാരത്തിന് ഇവിടുത്തെ മതവും അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്ന ആളുകൾ വരെ തയ്യാറാകുന്നുണ്ടെന്നാണ്
എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. അത് മാറണം. കാരണം ഓരോ സത്ത, എന്താണ് ആത്മസത്ത? ഞാൻ ജോസാറിൽ നിന്ന്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തായ എഴുത്തുകാരനായ അക്ബർ സാറിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത് എന്താണ്? ആ നന്മയുടെ അംശം ചോർന്നു പോകാൻ ഈ വ്യാപാര കണ്ണുകൾ ശരിക്കും മുതലെടുക്കുന്നുണ്ട്. അതാണ് യേശുക്രിസ്തു ഉണ്ണീശോയുടെ ചിത്രത്തിന് പകരം സാന്താക്ലോസിനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണേണ്ടി വരും. സാന്താക്ലാസ് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കഥയും ആ കഥയിൽ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാം. ഈ യേശുക്രിസ്തുവിന്റെ ജന്മനാള് ലോകമെങ്ങും ആഘോഷിക്കുന്ന നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വലിയൊരു ഗൃഹാതുരമായ ഒരു ഓർമ്മ കൂടിയുണ്ട്. കാരണം ഇത് വലിയതായിട്ട് ആഘോഷിക്കേണ്ട ഒന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എൻ്റെ ഒരു അനുഭവം തന്നെയാണ്. ഈ ചെറുപ്പത്തില് ഈ കരോള് വരും. സാന്താക്ലോസിന്റെ കാര്യം അച്ചായൻ പറഞ്ഞ പോലെ സാന്താക്ലോസ് പണ്ടും ഉണ്ട്. ക്രിസ്മസ് പപ്പ, കൊച്ചിയിലേക്ക് പപ്പാനി എന്ന് പറയുന്ന സാധനം. ഇത് ഒരു 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 സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ വലിയൊരു കാലം കൂടിയാണ് ക്രിസ്മസ്. ഈ തണുപ്പും എല്ലാം കൂടി വലിയൊരു ഒത്തിരി കവിതകളിൽ എൻ്റെ ഈ ക്രിസ്തീയ ബിംബങ്ങൾ, ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിംബങ്ങള്, ക്രിസ്ത്യൻ പള്ളികളുമായിട്ടുള്ള ബിംബങ്ങളൊക്കെ ഒത്തിരി കവിതകളിലുണ്ട്. അങ്ങനെ രീതിയിൽ നോക്കുമ്പോൾ ഒരു കാലത്ത് ഈ ഉണ്ണീശയായിട്ട് വരുമായിരുന്നു. ഉണ്ണീശനെ ഇങ്ങനെ വെച്ചിട്ട് വീടുകളിൽ വരും. അതായത് എൻ്റെ ഉമ്മ കരോളുമായിട്ട് വരുമ്പോൾ രാത്രി ഉമ്മ എഴുന്നേൽപ്പിക്കും. തീരെ ചെറുപ്പത്തില് എഴുന്നേൽപ്പിച്ചിട്ട് ഉമ്മ പറയും, ഈ ഇത് കാണിച്ചിട്ട് പറയും, നമ്മുടെ ഈസാ നബിയാണ് ആയിരിക്കുന്ന, മറിയം ബീവിയാണ്, ആ ഉമ്മ കൊടുക്കും മോനെ എന്ന് പറയും. അത്തരം ഒരു കാഴ്ചപ്പാട്, അതായത് ലോകത്തെ എല്ലാ മതങ്ങളിലുള്ള അതിനെ ഒന്നാണെന്ന് പറയുന്ന ഗുരുവിന്റെ ഒക്കെ കാഴ്ചപ്പാടിന് ഒപ്പം നിൽക്കുന്ന കാഴ്ചപ്പാടാണ് ഈ പഴയ ആൾക്കാരിൽ ഉണ്ടായിരുന്നത്. അല്ല, ഇസ്ലാം മതം ഇഞ്ചിയിൽ എന്ന പുസ്തകത്തെ അംഗീകരിക്കുന്നു, ഒപ്പം തന്നെ ഈസാ നബി അംഗീകരിക്കുന്നു, മറിയം ബീവി അംഗീകരിക്കുന്നു, അല്ലേ? മറിയം എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് തന്നെയല്ല, ഈ ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ഈസാ നബി എന്ന പേരിൽ തന്നെ ക്രിസ്തുവിനെ ഒരു പ്രവാചകൻ എന്ന നിലയിലാണ് അംഗീകരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്രിസ്തുവിൻ്റെ ജനനം, ശ്രീ സത്യം പറഞ്ഞ ക്രിസ്തുവിൻ്റെ ജനനവും വളരെ ലളിതമായ ജനനം, വളരെ ലളിതമായ ജീവിതം, ക്രിസ്തുവിൻ്റെ ജീവിതം ലോകത്തിന് നൽകിയ ചില സന്ദേശങ്ങളുണ്ട്. ആത്മീയമായ രംഗത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ ആ സന്ദേശം ശക്തമായി നിൽക്കുന്നുണ്ട്. പക്ഷേ ആത്മീയ രംഗമാണ് അത് കീഴടക്കിയതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ആത്മീയ രംഗത്തെ നമുക്ക് മറന്ന് സംസാരിക്കാൻ കഴിയുമോ? അല്ല, ഈ ഓരോ വ്യക്തിയിലും ആത്മീയത ഉണ്ട് സാർ. ഇപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്ന സാറിൽ പോലും സാർ അറിയാതെ തന്നെ ഒരു ആത്മീയതയുണ്ട്. അത് എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്താണ്, താങ്കളൊരു വ്യക്തിയാണ്, ആ വ്യക്തിത്വത്തോടെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ള ആ സംഭാഷണത്തിൽ പോലുമുണ്ട്. ഇത്തരം ഈ ആഘോഷങ്ങളുടെ ഇടയിൽ നമ്മളെ ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്ന അതാത് മതങ്ങളുടെ പുരോഹിത വർഗം ഇത് ചൂഷണം ചെയ്യുക. അതുകൊണ്ടാണ് ഇപ്പോൾ സാർ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ആ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരവുണ്ട്. കാരണം ഈ നമ്മളെ നയിക്കുന്ന, നമ്മളെ ഇച്ഛാശക്തിയോടുകൂടി നല്ല നേതൃത്വം ഇല്ലായ്മ നമുക്ക് വലിയ ദൂഷ്യം ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അതിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് പുരോഹിത വർഗം. അവരിന്നും ഈ ഈശോയുടെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട്, ഉണ്ണീശോയുടെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് പിരിവ് വാങ്ങിക്കുന്ന ഒരവസ്ഥയുണ്ട്. രൂപത എന്ന് പറയുന്നതിനപ്പുറം ഈ രൂപ കൊണ്ട്, എൻ്റെ ഭണ്ഡാരപ്പെട്ടിയിൽ വീണ ഈ രൂപ കൊണ്ട് ഇന്നത്തെ ദിവസം, ക്രിസ്മസ് ദിവസം, കേക്കിന്റെ കഷ്ണം കഴിക്കാത്തവൻ, ഭക്ഷണം കഴിക്കാത്തവൻ, ആഹാരം കഴിക്കാത്തവൻ ആഹാരം വാങ്ങി കൊടുക്കാനുള്ള ഒരു മാതൃക കാണിക്കാനുള്ള നല്ല മനുഷ്യരുടെ ഒരു ഉത്തമ ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതെ വരികയാണ്. അതാണല്ലോ ക്രിസ്തു പറഞ്ഞത്. അത്രയും അതെ, ക്രിസ്തു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ വാക്കുകളിലെല്ലാം ദയയെ, കരുണയെ, അതുപോലെ പതിതാരോടൊപ്പം അല്ലെങ്കിൽ നിസ്സരോടൊപ്പം, അദ്ദേഹം നിരാലംബരോടൊപ്പം, നിരാശരോടൊപ്പം ഒക്കെയാണ് അദ്ദേഹം കഴിഞ്ഞത്. പറയുമ്പോൾ ഇതിന്റെ ഒരു മത നിഷേധം കാണുന്നു സാർ. ഇത് വികാരം കൊണ്ട് പറയുന്നതായിട്ട് തോന്നരുത് സാർ. സ്വന്തം മതദേഹം പള്ളിക്ക് ചുറ്റും എടുത്തുകൊണ്ട് ഓടുന്ന കാഴ്ച കാണേണ്ടി വരിക ഈ കാലഘട്ടം. ക്രിസ്തു എവിടെ? അവിടെ ചോദിക്കുന്നത് രണ്ടും രണ്ടായി പോകുന്നതിനപ്പുറം സമാന്തരമായി പോകുന്ന ഒരു സംവിധാനങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടയിലും ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ തിളക്കം നമ്മൾ കാണാതെ പോകാൻ പാടില്ലല്ലോ. അത് തന്നെയാ പറയുന്നത്. ആ തിളക്കം നമുക്ക് നഷ്ടപ്പെട്ടു പോകേണ്ടത്, ഈ തിളക്കം കാത്തു സൂക്ഷിക്കേണ്ടത് ആരാണ് സാർ? അതെ, അത് ഒരു വിഭാഗം പുരോഹിതന്മാരോ പൗരോഹിത്യ വർഗമോ, അതന്നും ക്രിസ്തു ആർക്കെതിരെയാണ് വാളെടുത്തത്? അല്ലെങ്കിൽ വാളെടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. എന്നാൽ ഞാൻ ഉദ്ദേശിച്ചത് വാക്കുകളുടെ വാളാണ്. അത് ക്രിസ്തുവിൽ മാത്രം വരുന്ന ഒന്നല്ല. എല്ലാ മതങ്ങളും ഈ ബിസിനസ്സായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ, ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ കച്ചവട ലക്ഷ്യത്തോടെയാണ് മതങ്ങൾ പ്രവർത്തിക്കുന്നത്. ലളിതമായി ജീവിച്ച പല മഹാന്മാരും ലളിതമായിട്ടാണ് ഈ മതങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, അവരൊരു വാദഗതിയെ അവര് അവതരിപ്പിച്ചത് ലളിതമായി.
ആ അവതരിപ്പിച്ച വാദഗതിയെ പിന്നീട് വന്ന എല്ലാ മതങ്ങളും, ഇപ്പൊ സെമിറ്റിക് മതങ്ങളായ 3 മതങ്ങളുണ്ട്. സെമിറ്റിക് മതങ്ങളാണ് യഹൂദ, പ്രധാനമായിട്ടും. ക്രിസ്ത്യ, മുസ്ലിം മതങ്ങൾ പിന്നീട് വന്ന ആളുകള് പ്രവാചകനായ മുഹമ്മദ് നബി ജീവിതാവസാനം വരെ ജീവിച്ചത് കൊട്ടാരത്തിലല്ല, ഉള്ള ഒരു കുടിലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ എങ്ങനെ ചെയ്യുന്ന പള്ളികളൊക്കെ, എത്രയോ വലിയ പള്ളികൾ അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ മതങ്ങളെ സ്ഥാപനവൽക്കരിച്ചത് പിന്നീട് വന്ന കാലഘട്ടം അങ്ങനെ ആക്കി തീർത്തതാണ്. ആ സ്ഥാപനവൽക്കരണം സത്യത്തിൽ ഞാൻ ചോദിക്കുന്നത് അക്ബർജിയോടാണ്, ഒരു കവി എന്ന നിലയിൽ അങ്ങോട്ടൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നത്. മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും മൂല്യ സംരക്ഷണങ്ങളാണ്. മതങ്ങൾ വളരെ നമ്മൾ സമൂഹം ആറ്റിക്കുറുക്കിയെടുത്ത മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്, അതിൻ്റെ സംരക്ഷകരായിട്ടാണ് മതം രംഗത്ത് വന്നത്. ശരിക്കും അങ്ങനെയാണ് വേണ്ടതും. കാരണം അവരത് സംസാരിക്കുന്നത് ഒക്കെയും 24 മണിക്കൂറും സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഇപ്പോൾ അച്ചായൻ സൂചിപ്പിച്ച ചില മൂല്യശോഷണങ്ങൾ സംഭവിക്കുന്നത്. മൂല്യശോഷണങ്ങൾ സംഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഈ മൂല്യങ്ങൾ ഇപ്പോഴും മതത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടല്ലോ. അത് കാരണം ഇത് വ്യക്തമായി ഇപ്പൊ നമുക്കറിയാം, ശ്രീനാരായണ ഗുരു അദ്ദേഹം പറഞ്ഞ വാക്യങ്ങളെ പിൻപറ്റുന്നവർ ഇപ്പോഴുണ്ടോ എന്ന് സംശയം. പലരും ഉണ്ടാകാം, വായിക്കുന്നവരും നന്നായിട്ട് ചിന്തിക്കുന്നവർക്ക് പിൻപറ്റുന്ന. അതുപോലെ ആശയങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. ഏറ്റവും അടുത്തുള്ള ഒരാളെ ഞാൻ പറഞ്ഞു, ഏറ്റവും അടുത്ത് നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഒരു മഹാനായ ഒരാളിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ അദ്ദേഹം മരിച്ചിട്ട് ഒരു നൂറ്റാണ്ടായിട്ടില്ല. 1928 ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്, അത് ഞാൻ ഒരു സംഘടനയ്ക്കെതിരെയോ ഒരു സമുദായത്തിനെതിരെയോ അല്ല പറയുന്നത്, അദ്ദേഹത്തിന്റെ ചിന്തകൾ യഥാർത്ഥമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിപ്പോൾ പലരും ഇപ്പൊ സുനിൽ പി ഇളയിടം പോലെയുള്ള ആളുകൾ പലരും സാറൊക്കെ പ്രസംഗത്തിൽ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു കവിയായിരുന്നു എന്നൊക്കെ ഉള്ള പല കാരണം. ഇത് പക്ഷേ എത്രത്തോളം ഇപ്പോഴുള്ള പള്ളിയുടെ പിൻപറ്റുന്നവർ എന്ന് പറയുന്നവർ സ്വീകരിക്കുന്നുണ്ട്, അത് അദ്ദേഹത്തിന് മാത്രമല്ല, മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവരും യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നവരും യഹൂദ മോശയെ പിൻപറ്റുന്നവരും ഒക്കെ ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഇപ്പൊ ഇസ്രയേലിലും പലസ്തീനിലും നടക്കുന്നത്, യേശുക്രിസ്തു ജനിച്ച സ്ഥലത്താണ് കുട്ടികൾ മരിച്ചു വീഴുന്നത്. ഏത് മതത്തിന്റെ ആയാലും, ഇസ്ലാം മതത്തിന്റെ ആയാലും, ക്രിസ്തു മതത്തിന്റെ ആയാലും, യഹൂദ മതത്തിന്റെ ആയാലും കുട്ടികൾ മരിച്ചു വീഴുക. മിശിഹ എവിടെയെന്ന് ഞാൻ കവിത എഴുതിയിട്ടുണ്ട്, ഓശാന എന്ന് പറഞ്ഞ ഓശാന ദിവസം മിശിഹ എവിടെ, കുട്ടികൾ ഇങ്ങനെ ബോംബേറിൽ മരിച്ചു വീഴുക. മിശിഹ എവിടെ, മിശിഹ രക്ഷകൻ എവിടെ? ഈ അക്ബർ നേര്യമംഗലത്തിൻ്റെ കവിതകളിൽ പലപ്പോഴും അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. അതിനു മുമ്പ് എത്രയോ തവണ ഞാൻ വായിച്ചു പോയിട്ടുണ്ട്. ക്രിസ്തീയ ബിംബങ്ങൾ കൊണ്ട് ആ കവിതയിൽ ഒരു ആറാട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം കവിതയിൽ സിംഥേരി ഉപയോഗിക്കുന്നുണ്ട്, പലപ്പോഴും ബാൻഡുമേള ഉപയോഗിക്കുന്നുണ്ട്. പെരുന്നാൾ എന്ന് പറയുന്ന ഒരു സങ്കേതത്തെ അല്ലെങ്കിൽ ആ ഒരു ഇത് വളരെ ശക്തമായി തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ക്രിസ്തീയ ബിംബങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും അടുത്ത കാലത്ത് കവിത എഴുതിയപ്പോഴൊക്കെ ഒരു അന്തർദേശീയ അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് കൂട്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രാദേശിക തലത്തിൽ നിന്നൊക്കെ വിട്ട് ദേശീയ തലവും വിട്ട് അന്തർദേശീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും അക്ബർ നേര്യമംഗലം ചെന്നെത്തുന്നത് ഈ പറയുന്ന ഇസ്രായേലിലും പാലസ്തീനിലും ഒക്കെയാണ്. അവിടെ ഏതാണ് പക്ഷമെന്നല്ല, ആ പക്ഷം എന്ന് പറയുന്നത് പാലസ്തീൻ പക്ഷമോ യഹൂദപക്ഷമോ അല്ല, നേരെ മറിച്ച് തോറ്റുപോകുന്നവൻ്റെ മരിച്ചു പോകുന്നവൻ്റെ. ഞാൻ പറയാൻ വന്നത് ഇത്തരം കാര്യങ്ങൾ ഒരു രാജ്യം മറ്റു രാജ്യത്തിൻ്റെ മേൽ തീമഴയായി പെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ ശ്രീ സച്ചിൻ കോനാട്ട്, എങ്ങനെയാണ് താങ്കൾ ഈ പ്രശ്നം? അല്ല, ഞാനിപ്പോൾ അക്ബർ സാറിലോട്ടാണ് പോകുന്നത്. ഇപ്പം അക്ബർ നേര്യമംഗലം എന്ന് പറഞ്ഞ കവിയെ നമുക്ക് ഏതാണ്ട് നൂറ്റാണ്ടോളം അടുത്തറിയാം, വ്യക്തിപരമായിട്ട് അറിയാം. അത് ഇദ്ദേഹം താമസിക്കുന്നത് നമ്മുടെ 2 ജില്ലകളുടെ അതിർത്തിയായ നേര്യമംഗലത്താണ് താമസിക്കുന്നത്. അദ്ദേഹം ഹൈറേഞ്ചിയൻ ഭാഷയിൽ ചില ബിംബവൽക്കരണങ്ങൾ നടത്തിയിട്ടുണ്ട് കവിതയിൽ. അത്തരം ഹൈറേഞ്ചിയൻ ഭാഷ ഉപയോഗിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ പെറ്റ ഉമ്മയെ ഓർത്തെടുക്കാനും ആ ഉമ്മയിലൂടെ ഒരു ദേശീയത കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ഒരു കവിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അക്ബറിനെ ഞാൻ കാണുന്നത് ഇപ്പൊ ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് കാണുന്നതിനപ്പുറം അക്ബറിന്റെ ദേശീയതയിൽ അമ്മയുണ്ട്. അക്ബറിന്റെ ദേശീയ കാഴ്ചപ്പാടുകൾ വികസിക്കുമ്പോൾ സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കള് എങ്ങനെ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഞാൻ നമ്മള് 3 പേര് എഴുത്തിന്റെ രംഗത്ത് വലിയതുമായിട്ട് സഹകരിച്ചിരിക്കുന്ന ആളാണ്. ഞാനൊരു നമ്മുടെ ഒരു സമാന്തര വായനയുടെ കാലഘട്ടത്തിലോട്ട് പോയ സമാന്തര ജീവിതവും ഒരു ബദൽ വായനയൊക്കെ 70 കാലഘട്ടം, അത് നമ്മുടെയൊക്കെ കൗമാരം അതായിരുന്നു. സാറിനറിയാം, അക്ബർ സാറിനറിയാം,
ഞാനിപ്പോൾ അങ്ങോട്ട് ഒന്ന് പോവുക, അവിടെയൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന മുട്ടത്തൂർക്കയുടെയും മൊയ്തു വഴിയത്തിൻ്റെയും കാണത്തിൻ്റെയും ചെമ്പിൽ ജോണിൻ്റെയും, പിന്നീടാണ് നമ്മൾ ഒ വി വിജയനിലേക്കും എം മുകുന്ദനിലോട്ടും കാക്കനാടിലോട്ടും ഒക്കെ വഴിമാറിയത്. ഇപ്പം നമ്മൾ ഈ സന്തോഷ് ഏച്ചിക്കാനത്തിലും കെ പി സുഭാഷ് ചന്ദ്രനിലൊക്കെ എത്തി നിൽക്കുമ്പോൾ MT പോലെയുള്ള ഒരു ഒറ്റമരം, ഒരു തിടമ്പായി ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു ഒറ്റമരം, അത് വളരെ ബദലായിട്ട് നമ്മുടെ വായനയുടെ തലത്തിൽ, എഴുത്തിൻ്റെ തലത്തിൽ നമുക്ക് ഒത്തിരി ബിംബങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാനിപ്പോൾ സാറ് എന്നോട് ഈ അക്ബറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബദൽ സ്നേഹത്തെ പറ്റിയും ദേശീയതയെ പറ്റിയും പറയുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ വരുന്നത് 1948 രണ്ടിടങ്ങഴി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് തകഴിയുടെ നോവല. നമ്മുടെ കുട്ടനാടിനുള്ള കർഷക കുടുംബത്തിലെ കഥയാണ് പറയുന്നത്. കോരൻ ജീവിക്കുന്നുണ്ട്. കോരൻ ഒരു പുഷ്പത്തടം ജോസഫ് എന്ന് പറയുന്ന ഒരു ജന്മിയുടെ കുടുംബത്തിൽ അയാൾ അന്തി ഉറങ്ങാനും അവിടെ കൃഷി ചെയ്യാനും ചെയ്യുന്ന കോരൻ്റെ അപ്പൻ അവിടെ കിടന്ന് മരിക്കുന്നു. ഈ ജന്മി ആ കുടിയാൻ പറമ്പിൽ അയാൾ അടക്കാൻ അനുവദിക്കുന്നില്ല. ഇവിടുത്തെ പള്ളിയും പട്ടക്കാരനെയും സമീപിച്ചു, അടക്കാൻ അനുവദിക്കുന്നില്ല. അയാൾ ആ ശവമഞ്ചം പേറി ഒരു കീറപ്പായക്കകത്ത് പൊതിച്ചിട്ട് ആതിർത്തിക്കല്ല് കെട്ടിപ്പൊതിഞ്ഞ് പമ്പയാറ്റിലോട്ട് നീന്തിപ്പോകുന്ന രംഗം നമ്മുടെ മനസ്സിൽ കെടുക്കുക സാറേ. ആ റിയലിസത്തിന്റെ കാലഘട്ടം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ, തീർച്ചയായിട്ടും അതൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടം ഇപ്പോഴും ഉണ്ട് സാറേ. ആ കാലഘട്ടം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തവൻ ഈ ലോകത്തോട് എന്ത് മാതൃകയാ സാറേ നമുക്ക് കാണിച്ചു കൊടുക്കാം? ഞാൻ സൂചിപ്പിക്കുന്നത് ആ ഒരു കാലഘട്ടവും ആ ഒരു ഭാവുകത്വവും, എഴുത്തിലെ ഭാവുകത്വം ഒക്കെ നമുക്ക് നഷ്ടപ്പെടുകയും പുതിയ ഭാവുകത്വം കടന്നു വരികയും പുതിയ ഒരു നഗരവൽക്കരണത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും ഒക്കെ ഭാഗമായി പുതിയ ഒരു ജീവിതം, ലോകത്ത് ഒരു ജീവിതക്രമം ഉണ്ടാവുകയും അതിനെ സംബന്ധിക്കുന്ന എഴുത്തും നവീന എഴുത്തുകളും അധുനാതന ജീവിതവും അധുനാതന ഭാഷയൊക്കെ വരികയുണ്ടായി. അത് കിട്ടുക. പക്ഷേ ഇപ്പോഴും അങ്ങ് സൂചിപ്പിച്ച മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അത്തരം ചോദനകളും ചേതനകളും ഒക്കെ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടിട്ടില്ല. സത്യമാണ്, അക്കാര്യത്തിലൊന്നും സംശയമില്ല. ഞാൻ പറഞ്ഞത് ഈ തരത്തിൽ ഈ ഇദ്ദേഹം സൂചിപ്പിച്ച വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ക്രിസ്തു ജനിച്ച നാട്ടിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുകയാണ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ തീമഴയായി പെയ്യുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത് നിഷ്കളങ്കതകളുടെ മേൽ ഇങ്ങനെ ഇടുത്തി പോലെ ബോംബ് വീഴുന്നതും മരിക്കുന്നതും ഒരു ആധുനിക സമൂഹത്തിന് ചേർന്ന്, ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്ന്. ഞാൻ തിരിച്ചൊരു കാര്യോട് സാറിനോട് വളരെ വിനീപൂർവ്വം ചോദിക്കുകയാണ്. ഹെറോദസ് ചക്രവർത്തി അന്ന് ആൺകുട്ടികളെ മുഴുവൻ കൊല്ലാൻ ഉത്തരവിട്ടിരുന്നു. ആ വംശത്തെ തീർക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇതിപ്പോ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താണ്? ഒരു വംശത്തെ തീർത്തെടുക്കുക. അവിടെ ഈ യുദ്ധഭൂമിയിൽ മരിച്ചു വീണേക്കുന്ന മുഴുവൻ സ്ത്രീകളും കൊച്ചുകുട്ടികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വംശത്തെ തീർക്കുക. ആ വംശത്തെ തീർക്കുന്നിടത്ത് നമുക്ക് ഉദിച്ചു ഉയരേണ്ട ഏറ്റവും വലിയ വികാരം മറ്റുള്ളവനെ എന്നെ പോലെ, അതാണ് യേശു പറഞ്ഞത്, നിന്നെ പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ. സ്നേഹം കൊണ്ട് മാത്രമാണ് ഇവിടെ ക്രിസ്തു വചനങ്ങൾക്ക് അക്ബർജി എന്തുകൊണ്ടാണ് ഈ ക്രിസ്തു വചനങ്ങൾക്ക് വിരുദ്ധമായി ക്രിസ്തു ജനിച്ച നാട്ടിൽ പോലും സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നു അതും ഇതേ പറഞ്ഞ പോലെ ഈ മതം നൽകുന്ന മൂല്യത്തിനപ്പുറത്തായിട്ട് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, അത് രാഷ്ട്രീയമായിട്ട്, രാഷ്ട്രീയം എന്ന് പറയുന്ന നമ്മുടെ കക്ഷി രാഷ്ട്രീയമല്ല, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ മതങ്ങളുടെ ഉള്ളിലുള്ള രാഷ്ട്രീയമാണ് അതിന് പിന്നിൽ. കാരണം ഫലസ്തീൻ എന്ന സ്ഥലം ബൈബിളിൽ പരാമർശിക്കുന്ന സ്ഥലമാണ്. ഫലസ്തീൻ അടങ്ങുന്ന ആ പ്രദേശം, ജെറുസലേമൊക്കെ അടങ്ങുന്നത്. ഇത് പല നാളുകളിലായി ജീവിച്ചിരുന്ന പല സമുദായക്കാരുണ്ട്. അങ്ങോട്ടേക്ക് വേറെ ആളുകൾ വരുന്നതിനും അവർക്കും ജീവിക്കാം. ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ഇന്ന സ്ഥലത്ത് ഇപ്പൊ ഈ കിളികൾ പറന്നു പോയിട്ട് പല ദേശാടന കിളികൾ പല നാടുകളിലാണ് ജീവിക്കുന്നത്. ഈ മനുഷ്യൻ വന്ന് കൂടുന്നു. ഇവർ തമ്മിലുള്ള വിഷയങ്ങളത്. ഈ വിഷയങ്ങളെ ചില ഗ്രൂപ്പുകൾ മുതലെടുക്കുന്നുണ്ട്. അത് ഇരുവിഭാഗങ്ങളിലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ മിശിഹ എവിടെയാന്ന് വെച്ചാൽ ഞാൻ കവിത എഴുതാൻ കാരണം ഇത്രയും കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുക 2 സ്ഥലങ്ങളിലും. ഞാൻ ഒരു സ്ഥലത്തെ അല്ല, ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ കുറിച്ചല്ല, ഇസ്രായേലിലെ കുട്ടികളെയും യസീദികളെ കൊന്നൊടുക്കുക. ഇറാഖിലും യസീദി എന്ന് പറയുന്ന ഒരു പ്രാചീന മതമുണ്ട്. ക്രിസ്തു മതമല്ല, ഇസ്ലാം മതമല്ല, യഹൂദ മതം അല്ലാത്തൊരു യസീദി ഉണ്ട്. പ്രകൃതി ആരാധനയുള്ള ഒരു വിഭാഗം. അവരെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. അത് വേറെ ഈ മതവിഭാഗ. ഇസ്ലാം മതവിഭാഗത്തിലെ തീവ്ര വിഭാഗമാണ്. അവരെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയേ. യസീദി ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയുണ്ട്. അത് വായിച്ചാൽ ഞെട്ടിപ്പോകും നമ്മള്. അത്ര ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ്. അങ്ങനെയുള്ള വംശഹത്യകൾ അപ്പുറം നടക്കുന്നുണ്ട് പല ഇതെല്ലാം ഈ കുട്ടികളും സ്ത്രീകളും ആണ് അനുഭവിക്കുന്നത് യുദ്ധം. അതാണ് ഞാൻ പറയുന്നത്. ഈ ജെറുസലേമില്
യേശുക്രിസ്തു ഗിരിപ്രഭാഷണങ്ങൾ ഈ കുന്നുകൾക്ക് മുകളിൽ കയറി നിന്ന് എല്ലാവരെയും ഉപദേശിച്ച സ്ഥലങ്ങളിലാണ് ഈ ബോംബുകൾ വന്നു വീഴുന്നത്, മിസൈലുകൾ വന്നു. ഭയങ്കര സങ്കടം അത്. കാരണം അദ്ദേഹം പറഞ്ഞതിന് നേരെ വിപരീത. എന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അങ്ങനെ ഒത്തിരി വാചകങ്ങൾ മാത്രമല്ലല്ലോ. അത് നിന്റെ വലത്തെ കരണത്തടിക്കുന്നവനെ അല്ലെങ്കിൽ ഇടത്ത് കരണം തടിക്കുന്നവനെ വലത് കരണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു യേശുവിന്റെ ഈ വചനങ്ങൾ, യേശുവിന്റെ വാക്യങ്ങൾ തുടരെ ഞാൻ ബൈബിള് പുതിയ നിയമത്തിൽ വായിച്ചിട്ടില്ല. അന്നേരം ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുള്ളത് ഈ ബുദ്ധനുമായിട്ടുള്ള സാമ്യം. കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞ പോലെ ബുദ്ധനെ ശരിക്കും ബുദ്ധന്റെ സ്വാധീനമുള്ള ഒരു കഥാപാത്രമാണ് യേശു എന്നാണ് പലപ്പോഴും ബുദ്ധന്റെ അതേ. അത് ഈ ഖുറാനിലും പറയുന്നുണ്ട്. ഈ മറ്റ് പ്രവാചകന്മാരിൽ ഖുറാൻ പറയുന്നത് അങ്ങനെ മറ്റു പ്രവാചകന്മാർക്കെല്ലാം ഈ യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ദാവൂദ് എന്ന് പറയും അറബിയില്, സോളമൻ, സുലൈമാൻ, മോശ അടക്കം ഒത്തിരി വിപ്ലവങ്ങളൊക്കെ, മൂസ വിപ്ലവങ്ങൾ നയിച്ച ആളാണ്. പക്ഷേ ഈസയെ മാത്രം ശാന്തിയുടെയും സമാധാനത്തിന്റെ സ്ഥലത്തേക്ക് വിട്ടു. അത് വാളെടുക്കുന്നവൻ വാളാലെന്ന് പറയുന്നുണ്ട് ഖുറാനിലും നബിയുടെ ഹദീസ് എന്ന് പറയും, നബി വചനങ്ങളിലും ഈ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ഇങ്ങനെ സമാധാനത്തിന്റെ പ്രവാചകൻ എന്നാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ആരും പാലിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോകത്ത് ഏറ്റവും പ്രബലമായ മതമാണത്. അതിന് തൊട്ട് തന്നെ അദ്ദേഹത്തെ തന്നെ അംഗീകരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതവും. അതായത് പി.ജെ. ആന്റണിയുടെ ഒരു നാടകം ഉണ്ടായിരുന്നല്ലോ, 6-ാം തിരുമുറിവ്. അത് ആ പുസ്തകത്തിനെതിരെ തെരുവിലിറങ്ങിയത് ക്രിസ്ത്യാനികൾ ആദ്യം. അതിന് പിന്തുണ അറിയിച്ച് പുറകെറിയുന്ന എന്താ പറയാ, കേരളത്തിലെ മുസ്ലിങ്ങളാണ്. അതൊക്കെ അതായത് അവരുടെ വിശുദ്ധരായി, ഇവരുടെ പ്രവാചകനും അവരുടെ ക്രിസ്ത്യൻസിന്റെ ദൈവവുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ക്രിസ്തുവും ബൈബിളും ഒക്കെ ആയിട്ട് അധികരിച്ച് ഒട്ടേറെ സാഹിത്യകൃതികൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അതിന്റെ നാടകരൂപം മാത്രമേ എന്ന് പറയാനാവൂല. അതിനകത്ത് അതിനകത്തുള്ള നാടകത്തിന്റെ തുടക്കം ഒരുപക്ഷെ ഒരു വിശ്വാസിയെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. കാരണം കുരിശ് ഇരുന്ന് പണിയുന്ന ക്രിസ്തുവിനെ അതിൻ്റെ ഒരു വളയിട്ട കൈ പ്രലോഭിപ്പിക്കുന്നത് പോലെയാണ് നാടകത്തിന് തുടക്കം. പക്ഷേ അതിനകത്ത് ഒരുപക്ഷെ അതിനകത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതല്ല കാര്യം. നേരെ മറിച്ച് നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഒപ്പം തന്നെ പാരസ്പര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു വലിയ വക്താവായിരുന്നല്ലോ ക്രിസ്തു. അതിൻ്റെ ഒരു മൂർത്തിമത് ഭാവരൂപമായിരുന്നു ക്രിസ്തു. ആ ക്രിസ്തുവിൽ നിന്നും ലോകം ഓരോ നിമിഷവും വളരെ വേഗത്തിൽ അകലുകയാണ്. അകലുന്നതിന് മതം മാത്രമാണോ കാരണം? അല്ല സാറേ, നമ്മുടെ ശാസ്ത്രീയ വീക്ഷണങ്ങളിൽ ഉണ്ടായൊരു മാറ്റം ഇപ്പോൾ തന്നെ കൃത്രിമമായ നിർമ്മിത ബുദ്ധിയിലേക്ക് വരെ ഒരുപക്ഷെ നമ്മുടെ സാങ്കേതിക ബുദ്ധി കടന്നുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ കടന്നുകൊണ്ടിരിക്കുക. ഇത് ഈ പോക്ക് പോകുമ്പോൾ പോലും എവിടെയോ സ്നേഹത്തിന്റെ ഒരു അംശം, ഒരു വെളിച്ചം അത് നമുക്ക് കൈവിട്ടു. കാരണം വെച്ചാൽ ഈ നമ്മളുണ്ടാക്കുന്ന കൃത്രിമ മനുഷ്യന് പോലും നമ്മളെ നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നാം എന്ത് ചെയ്യും? അല്ല, അതിലേക്ക് എത്തുകയാണ് മനുഷ്യൻ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയിൽ മനുഷ്യൻ തന്നെ കുരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അക്ബർ സാറ് സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ലോകത്തെ ഏറ്റവും വലിയ ജനതയായ ക്രിസ്ത്യാനിയുടെ പരമോന്നത പീഠത്തിലിരിക്കുന്ന മാർപ്പാപ്പ പോലും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഈ വീഞ്ഞുകുടിയും അപ്പം തീറ്റയും മതിയാക്കി പുരോഹിത വർഗം മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യന്റെ വേദനയോടൊപ്പം ഇഴുകിച്ചേരാനും അവനെ സഹായിക്കാനും പറഞ്ഞൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇത് 2000 വർഷം മുമ്പ് ക്രിസ്തു പറഞ്ഞു തന്നെയാണ്. അത് തന്നെയാണ്. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് അപ്പോൾ നമുക്ക് നല്ല മാതൃകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം നല്ല മാതൃകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത് മനുഷ്യന്റെ മോചനത്തിന് ഉതകും. അതുകൊണ്ട് എൻ്റെ ജീവിതം കൊണ്ട് സാറിനെ ഉപദ്രവിക്കാൻ പറ്റില്ലെങ്കിൽ, സഹായിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഉപദ്രവിക്കാതിരിക്കാനുള്ള ഒരു മനസ്സെങ്കിലും കാത്തു സൂക്ഷിക്കാനുള്ള സന്ദേശമാണ് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്ന് ഈ എളിയവനായി എനിക്ക് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു ആസുരമായൊരു കാലം, നമുക്കറിയാം, ഒരു കെട്ട കാലം എന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത് ശ്രീ അക്ബർജി. ഈ കാലഘട്ടത്തിൽ ഈ ക്രിസ്മസ് സന്ദേശത്തിന് വലിയ പ്രസക്തിയില്ലേ? പിന്നെ തീർച്ചയായും ക്രിസ്തുവിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ക്രിസ്മസ് സന്ദേശം. അല്ലാത്ത ബാക്കിയുള്ള എല്ലാം മാറി നിന്നാലും ക്രിസ്തുവിന്റെ ജീവിതം നൽകിയ സന്ദേശം ഭയങ്കര. ക്രിസ്തുവിന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു ആസുരമായ കാലമാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ കെട്ടകാലം എന്നൊക്കെ പറയും. ആ ജീവിതം സത്യത്തിൽ വലിയൊരു സന്ദേശമാണ് ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് കാലിത്തൊഴുത്തിൽ നിന്നും കാൽവരിയിലേക്കുള്ള ഒരു ജീവിതം, അത് വളരെ പ്രസക്തമല്ലേ?
തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ക്രിസ്തുവിന്റെ ജീവിതം അതിന്റെ യഥാർത്ഥ രീതിയിൽ ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം എത്രത്തോളം ആളുകൾ ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ സംശയമാണ്. അതുപോലെ ക്രിസ്തുവിന്റെ ജീവിതം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ലോകത്ത് ഏറ്റെടുത്തവർ ചുരുക്കമാണ്. ഏറ്റെടുത്തവരിൽ ഇപ്പൊ ദസ്തവസ്കി ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു കസാൻദസാക്കിസ്, സാഹിത്യത്തിൽ ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട്. മാർക്കേസൊക്കെ ക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി എഴുതിയിട്ടുണ്ട്. ടോൾസ്റ്റോയ് വല്ലാതെ ശക്തമായ ടോൾസ്റ്റോയ് സ്വാധീനമുള്ള ആളുകൾ, ഖലീൽ ജിബ്രാൻ അടക്കമുള്ള ഒത്തിരി പേര്. ഇപ്പൊ ഇവിടുന്ന് വളരെ വിശേഷിച്ച് ഒരു ബൈബിൾ, ഒരു ബിബ്ലിക്കൽ ലാംഗ്വേജ് പിൻപറ്റിയാണ് ഉണ്ടാക്കിയത്. അതാ പറഞ്ഞത്, ഇങ്ങനെ ഈ ക്രിസ്തുവിന്റെ ആ ഇത് എവിടെയൊക്കെ ഇല്ലാതാവുന്നു. ക്രിസ്തു എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളും പറയുന്ന മൂല്യങ്ങൾ അദ്ദേഹം വേറെ രീതിയിൽ അക്കാലത്ത് പറഞ്ഞു. അതായത് 2000 ജീവിച്ചിരുന്ന വർഷങ്ങൾ 2025 വർഷം ഇപ്പൊ ജൂബിലി വർഷം കൊണ്ടാണെന്നാണ് സഭ പറയുന്നത്. അങ്ങനെ അക്കാലത്ത് പറഞ്ഞു. അത് പിന്തുടർന്നതിന്റെ പാളിച്ച, പിന്തുടർന്ന് വരും വീണ്ടും ആവർത്തിക്കുന്നതിന്റെ പാളിച്ച, പച്ചായം പറഞ്ഞ പോലെ ഈ വാണിജ്യവൽക്കരണം വരുന്ന കാലത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങള്, ഇത് ക്രിസ്തുവിന്റെ ചിന്ത, ക്രിസ്തു എന്താണ് പറഞ്ഞതെന്ന ബൈബിൾ വാചകങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തു പറഞ്ഞ വാചകങ്ങൾ വേണ്ട, ക്രിസ്തുവിന്റെ വചനങ്ങൾ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ അടിച്ചാൽ കിട്ടും. അതെടുത്ത് സൂക്ഷ്മമായി വായിച്ചാൽ മാത്രം അറിയാം അദ്ദേഹം ആരായിരുന്നു എന്ന്. വേറൊന്നും വേണ്ട, രൂപോ ഘടനയൊന്നും വേണ്ട. അദ്ദേഹത്തിന്റെ വചനങ്ങളിലെ ആ ഒരു വചനങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് ജീവിതമുണ്ട്. അത് വലിയൊരു ഇത്. ഇപ്പൊ കാലിത്തൊഴുത്തിൽ ജനിച്ചു, ഏറ്റവും താഴേക്കടയിൽ ജനിച്ച് യഹൂദരുടെ രാജാവ് എന്ന് നാട്ടുകാർ വിളിച്ചു. അദ്ദേഹത്തെ അവസാനം ഒരു കുരിശുമരണത്തിലൂടെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അത് വലിയൊരു സന്ദേശം തന്നെയാണ്. താൻ മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ. ഇപ്പൊ ഗുരുദേവന്റെ വാക്യം പോലെ തന്നെ അപരന് വേണ്ടി കുരിശുമരണം വരിച്ച ഒരാളാണ് ക്രിസ്തു എന്ന്. ക്രിസ്തുവിന്റെ ജീവിതം എപ്പോഴും എക്കാലത്തും, അത് എത്ര വർഷം, ഇപ്പൊ എന്നും 4 വർഷം മാറുന്നുണ്ടല്ല. അപ്ഗ്രേഷൻ, അത് സാങ്കേതികമായ അപ്ഗ്രേഷൻ വരുമ്പോഴും പുതിയ തലമുറയിലും അത് സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യും. അത് അതിനെ ഈ ക്രിസ്തുവിന്റെ ചിന്ത മാത്രമല്ല, മറ്റു പലരുടെയും ബുദ്ധന്റെ ചിന്ത വീണ്ടും കടന്നു വരിക. ഇപ്പൊ ഈ അടിച്ചമർത്താൻ നോക്കി എല്ലാം തിരിച്ചു വരുമെന്ന് പറഞ്ഞാല് എല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലം. ഇപ്പൊ അംബേദ്കറിന്റെ ചിന്തകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലം. പല കൺഫ്യൂഷന്റെ സെൻ ബുദ്ധിസത്തിന്റെ ഇത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലം. ഇങ്ങനെ പല രീതിയിലുള്ള ചിന്താഗതികൾ വരുന്നത്. അത് അതിന്റെ ഒപ്പം തന്നെയാണ് ക്രിസ്തുവിന്റെ ദർശനങ്ങളും ദാർശനികതകളും കെട്ടുപോകില്ല. അത് നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന കാലം എത്ര പുരോഗമിച്ചാലും ഏത് ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്തും അപൂർവമായ ദർശനങ്ങൾ, അതിൻ്റെ വെളിച്ചം നിലനിൽക്കുമെന്ന്. പക്ഷേ ക്രിസ്തുവിനെ സംബന്ധിച്ച് അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലയ വിവേകികൾ എന്ന് കുമാരനാശാൻ പറഞ്ഞതുപോലെ അന്യജീവൻ ഉതകുകയും അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും സ്വയം ബലിയായി തീരുകയും ചെയ്ത ഒരു ജീവിതമായിരുന്നു. അതാണ് ഇപ്പോൾ അക്ബർജി സൂചിപ്പിച്ച ധന്യത. അത് എത്രമാത്രം സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഈ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന ആധുനിക മനുഷ്യനും സ്വീകരിക്കേണ്ടത് എന്നുള്ള സന്ദേശം ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ പോലും അതിൻ്റെ ആത്മസത്ത നമ്മൾ ഉരുവിട്ടെടുത്താൽ അല്ലെങ്കിൽ ഞെക്കിപ്പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന ഒരു സത്ത അത് തന്നെയാണ്. യേശു ഇപ്പൊ ഈ ക്രിസ്തീയ ദേവാലയങ്ങളിലൊക്കെ ഉള്ള പുരോഹിതന്മാർ പറയാറുണ്ട്, നീ ഒരു പുതിയ മനുഷ്യനായിട്ട് ജനിക്കും. ബൈബിൾ പറയുന്നത് നീ പുതിയ മനുഷ്യനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ എനിക്ക് കയറിയിട്ട് പുതിയ മനുഷ്യനായിട്ട് ജനിക്കാൻ പറ്റില്ല. പക്ഷേ യേശു, മറ്റൊരു യേശുവായിട്ട് നീ ജീവിക്കും. ഇപ്പൊ ക്രിസ്തീയ സഭയിൽ ജനിക്കാത്ത എഴുത്തുകാരെ പറ്റി നമ്മൾ പറഞ്ഞു, ജീവിതം സമർപ്പിച്ചവരവരൊക്കെ. അങ്ങനെ ഒരു നല്ല സമർപ്പണ മനസ്സോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നവന് സമാധാനത്തെ കാംക്ഷിക്കാൻ പറ്റും, സമാധാനം അവന് കൊണ്ടുനടക്കാൻ പറ്റും, അവൻ്റെ ജീവിതത്തിലൂടെ സമാധാനം മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. അങ്ങനെ മറ്റൊരു യേശുവായിട്ട് ജീവിക്കാനാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒട്ടേറെ ഉപമകള്, കഥകള്, അതിലൂടെയായിരുന്നല്ലോ ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ അത്രയും. അദ്ദേഹം സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി മുന്തിരിയും മുന്തിരിവള്ളിയും അവിടുത്തെ കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു ചർച്ചകൾ അത്രയും. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആകർഷകമായ, ഏറ്റവും ആകർഷണീയമായ ഉപമ എന്ന് പറയുന്നത് നല്ല സമരിയക്കാരൻ്റെ ഉപമയാണ്. ഏറ്റവും മനോഹരമാണത്. അതിനകത്താണ് എന്താണ്, ആരാണ് അയൽക്കാരൻ എന്നൊരു ചോദ്യത്തിന് ഉത്തരമായാണ് അദ്ദേഹം ആ കഥ പറയുന്നത്. 2000 വർഷങ്ങൾക്ക് ഇപ്പുറവും തെരുവിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ, അപകടം പറ്റിക്കിടക്കുന്ന ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ എടുത്തുകൊണ്ട് പോകുന്നത്, തെരുവിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് സമരിയക്കാരൻ ആരായിരിക്കും?
അവൻ 2000 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ക്രിസ്തുവിൽ നിന്ന് അത് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞതിൽ നിന്ന് മാറിയിട്ടുണ്ടോ? സാർ, ഇപ്പോൾ ഞാൻ പ്രസക്തമായ ഒരു കാര്യം, പുൽക്കൂട്ടിൽ ജനിച്ച യേശു ഗാഗുൽത്തയിലേക്കുള്ള പോയി, ഒരു യാത്ര പോയി. ചാട്ടവാറടികളായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അവിടെ അയാളുടെ ശരീരം, അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ മുറിവുകൾ കൊണ്ട് രക്തം വാർന്നിരിക്കുക. അയാളുടെ അമ്മയെ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. ആ 4 കണ്ണുകൾ കണ്ടുമുട്ടുമ്പോൾ പോലും യേശുവിന് വേണമെങ്കിൽ ഒരു ദിവ്യരക്ഷകൻ എന്ന നിലയ്ക്ക്, ഒരു ദൈവപുത്രൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് എന്ത് വിസ്മയാവഹമായ മാജിക്കും വേണമെങ്കിൽ കാണിക്കാമായിരുന്നില്ല. പക്ഷേ ഈ അമ്മയുടെ മുഖത്ത് നോക്കി ആ 4 കണ്ണുകൾ നിശബ്ദമാവുകയാണ് ഉണ്ടായി. ആ നിശബ്ദതയ്ക്ക് ഒത്തിരി ചോദ്യമുണ്ട്. ആ നിശബ്ദതയ്ക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ കണ്ടെത്താനുള്ള ആന്തരിക ഭാവനയെ തെളിയിച്ചെടുക്കേണ്ട ബാധ്യത ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ നയിക്കുന്ന പുരോഹിത വർഗത്തിന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സംശയമില്ല. എനിക്ക് തോന്നുന്നു ഈ ക്രിസ്ത്യൻ പുരോഹിതർക്ക് മാത്രമല്ല, അല്ലാത്ത എല്ലാവർക്കും ക്രിസ്തുവിനെ പഠിക്കേണ്ടതിന്റെ, ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ മാതാവിനെയും ക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും പഠിക്കേണ്ട ഒരു ചുമതല ഉണ്ടെന്നാണ് എനിക്ക് കുട്ടികളോടും പറയുന്നത്. ഇപ്പൊ പലരെ, ഇപ്പൊ ഗുരുദേവനെ കുറിച്ച് പഠിക്കുക, ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുക, മുഹമ്മദ് നബിയെ കുറിച്ച് പഠിക്കുക, മറ്റു നമ്മൾ അറിയില്ലാത്ത ഒത്തിരി പേരുണ്ട്. ഇപ്പൊ എല്ലാ പ്രമുഖ മതങ്ങളും ഉണ്ടായത്, ഇപ്പോഴും ഉള്ള മതങ്ങളിൽ പ്രമുഖമായ എല്ലാ മതങ്ങളും ഏഷ്യയിലാണ്. അന്ധമായി മതങ്ങളെ നിഷേധിക്കുക എന്നതിനപ്പുറത്ത് മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ചില ദർശനങ്ങളുണ്ട്, മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ച് പോകുമ്പോൾ നമ്മൾ അവരെ വിമർശിക്കുന്നു എന്ന കാര്യം ഒരു സംശയമില്ല. അവരെ വിമർശിക്കുക തന്നെ വേണം. പല മതങ്ങളും ഇപ്പോൾ, സെമിറ്റിക് മതങ്ങൾ പ്രത്യേകിച്ച്, ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആത്യന്തികമായ അടിസ്ഥാനപരമായ മതദർശനങ്ങളിൽ നിന്ന് അകന്നു തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അവർ ഇപ്പോൾ കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തുവിന് ആരാധനാലയങ്ങൾ പണിയുന്നത് ഒക്കെ അതിനെ സംബന്ധിച്ച് ഒത്തിരി വിമർശനങ്ങളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ മൂല്യങ്ങളിലേക്ക് മതങ്ങൾ തിരിച്ചു വരുന്ന ഒരു കാലം ഉണ്ടാവുമോ? അല്ല, അത് മതങ്ങളായിരിക്കില്ല. ചിലപ്പോ ഈ പുതിയ തലമുറ അങ്ങനെ പുതിയ തലമുറയിൽ ഉണ്ടാവുന്ന ഒത്തിരി മാറ്റങ്ങളുണ്ട്. പള്ളികളിൽ നിന്ന് വിട്ടുപോകുന്ന പുതിയ തലമുറ ഉണ്ടാവുന്നുണ്ട്. പല പള്ളികളും സാംസ്കാരിക നിലയങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. അവര് പുറത്ത് ഇപ്പൊ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികൾ പോകുന്ന അവരുടെ ഫ്രീഡത്തിന് വേണ്ടിയാ. ആ ഫ്രീഡം ഈ സുഖ സൗകര്യങ്ങളിലുള്ള ഫ്രീഡം അല്ല, ചിന്തയ്ക്കുള്ള ഒരു ഫ്രീഡം കൂടിയാണ്. ടാഗോർ മൗണ്ട് എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഒരു പള്ളിക്കൂടം ഇപ്പോൾ വലിയ ഒരു ആഡംബര ഹോട്ടൽ അല്ലെങ്കിൽ സ്ഥാപനമായി മാറിക്കഴിഞ്ഞു, റിസോർട്ടായി മാറിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് കാലക്രമത്തിൽ പതുക്കെ. കാരണം പള്ളിക്കൂടങ്ങൾ റിസോർട്ടുകളാകുന്നുവെങ്കിൽ പള്ളികൾ റിസോർട്ടുകളോ മറ്റു സ്ഥാപനങ്ങളോ ഒന്നും ആകാൻ വലിയ താമസമില്ല. പക്ഷേ അത് വിദേശ രാജ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ടെന്ന് അങ്ങ് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ നമ്മുടെ നാടും ഏതാണ്ട് അതിന്റെ പിന്നാലെ മതങ്ങളെ ലാളിത്യം എന്ന് പറഞ്ഞ സംഭവമാണ് ഈ പറയുന്ന സെമിറ്റിക് മതങ്ങളിൽ പഠിപ്പിക്കുന്ന. ഇപ്പൊ പഴയ നിയമമായാലും പുതിയ നിയമത്തിലും ബൈബിളിലായാലും ഖുറാനിലായാലും പറയുന്ന, ആവർത്തിച്ച് പറയുന്ന സാധനം ഈ ലാളിത്യം, ലളിതമായ ജീവിതം, ലളിതമായ മറ്റുള്ളവരോടുള്ള കരുണ, അൻപ്, കനിവ്, സ്നേഹം, ഇതൊക്കെ. ഇത് ആരാ ഇപ്പോ ലളിത ജീവിതത്തിന് ക്രിസ്തുവിന് അപ്പുറത്ത് മറ്റൊരു പക്ഷെ ലളിത ജീവിതം നയിക്കുന്നു. ക്രിസ്ത്യാനിറ്റി നോക്കുമ്പോൾ ലളിത ജീവിതവുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നു? ഇവിടെയൊക്കെ നല്ല ഒരുക്കത്തിൻ്റെതായ ഒരു കാലഘട്ടം ഉണ്ട് സാറേ. ഇപ്പൊ തന്നെ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ 25 ദിവസം നോയമ്പെടുക്കുന്ന ഒരു രീതിയാണ് ക്രിസ്ത്യൻ്റെ ഇടയിൽ. മുസ്ലിം സമുദായത്തിലുണ്ട്. ആ വ്രതകാലം എന്ന് പറയുന്നത് മനുഷ്യനിലെ തിന്മയെ ഊർത്തിക്കളയുന്നതിന്, അവന്റെ നന്മയെ ചാരത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ നന്മയുണ്ടെങ്കിൽ അതിനെ ഊതിയെടുക്കുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുകയാണ്. അതും ഒരു കച്ചവടത്തിന്റെ ചില തന്ത്രങ്ങളായി സ്വീകരിക്കപ്പെടുകയും, മറ്റൊന്ന് ഇതൊക്കെ മറ്റുള്ളവരെ കാട്ടാനും അത് സ്വയം നവീകരിക്കപ്പെടുന്നതിനപ്പുറത്ത് മറ്റാർക്കൊക്കെയോ വേണ്ടിയിട്ടാണ് ഇത് എന്നൊരു തോന്നൽ ഇപ്പൊ ജനങ്ങൾക്കിടയിൽ ശരിക്കൊരു കാപട്യമുണ്ട് ഈ മതാഘോഷങ്ങൾക്കൊക്കെ ഇടയിൽ. അത് മതാചാരങ്ങൾക്കും മതാഘോഷങ്ങൾക്കും ഉണ്ട്. ഈ കാപട്യത്തിനൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് യഥാർത്ഥ ആത്മീയതയെ തേടുന്ന, ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ ക്രിസ്തുവിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ദരിദ്രനായി പോകുന്നൊരു അവസ്ഥ ഉണ്ടാവരുതല്ലോ. അപ്പോൾ ആത്മാവ് എപ്പോഴും സമർത്ഥമായിരിക്കുന്നതിനെക്കുറിച്ചും അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ്. അത് പോട്ടെ, ഞാൻ പറഞ്ഞു വരാം, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 2 എഴുത്തുകാരെന്ന നിലയിൽ
പ്രത്യേകിച്ച് സമൂഹത്തെയും ജീവിതത്തെയും മനുഷ്യ ജീവിതത്തെ വളരെ സൂക്ഷ്മമായി നോക്കിക്കാണുന്ന നിങ്ങൾ രണ്ടുപേരും ഈ മതപരമായ ആചാരങ്ങളെ അങ്ങനെ തന്നെ നോക്കിക്കാണുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം ആചാരങ്ങളോട് വിട്ടുനിൽക്കുമോ അതെയോ അതുമായി കൂടിച്ചേർന്ന് പോകുമോ അക്ബർജി? അത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇസ്ലാം പാരമ്പര്യത്തിൽ ഈ സൂഫിസം എന്ന ഒരു സംഭവമുണ്ട്. അത് അതിൻ്റെ ഒറിജിൻ ശരിക്ക് പല വാദങ്ങളുണ്ട്. ഇറാൻ, ഇറാഖ്, ഇന്ത്യ എന്ന് തുടങ്ങിയെന്ന് പറയും. പക്ഷെ സൂഫിസത്തിൻ്റെ തുടക്കം എനിക്ക് തോന്നുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. അതിൽ നിന്നാണ് ഈ സൂഫിസത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. മുഹമ്മദ് നബിയും അതേ സാധനം പിൻപറ്റുകയും ഈ മുഹമ്മദ് നബി ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരുന്ന് വെളിപാടായിട്ടാണ് ഖുർആൻ അവതരിക്കുന്നത്. അതിന്റെ ഈ സൂഫിസം എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഏകനായ ദൈവത്തെ പ്രണയിക്കുക. അവിടെ പറയുന്നത് മതത്തിന്റെ യാതൊന്നുമില്ല, മതം വിലക്ക് ഏർപ്പെടുത്തിയൊന്നുമില്ല. അത് റാബിയ ഹുദബിയ എന്ന് പറയുന്ന ഒരു സൂഫി വനിതയുണ്ടായിരുന്നു. അവര് കല്യാണം കഴിച്ചിട്ടില്ല. അവര് പറയുന്ന ഞാൻ മറിയം ജീവിച്ചതുപോലെ ജീവിക്കുന്നു, കന്യകയായി തന്നെ ജീവിക്കുന്നു. അവർ പറയുന്നൊരു വാചകമുണ്ട്, എന്നെ നിങ്ങൾ നരകത്തിലിട്ടോളൂ. ദൈവത്തോട് ചോദിക്കുക. അവരുടെ കവിതകളായിട്ട് എഴുതിയിരിക്കണേ, എന്നെ നിങ്ങൾ നരകത്തിലിട്ടോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അവിടെ ഉണ്ടല്ലോ, നിങ്ങൾ എന്ന് പറഞ്ഞ ദൈവം ഉണ്ടല്ലോ, ദൈവത്തിന് മാത്രമാണ് ഞാൻ കരുതുന്നുണ്ടോ. അതുപോലെ സ്നേഹത്തെ അങ്ങനെ നിർവചിച്ചുകൊണ്ട് ഉണ്ടാവുന്ന പുതിയ ചിന്താഗതികൾ കുട്ടികൾ, പുതിയ തലമുറ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ക്രിസ്തുവിന്റെ പാരമ്പര്യത്തിൽ നിന്നും മറ്റു മത പാരമ്പര്യങ്ങളിൽ നിന്നും വരുന്ന ഈ ആത്മീയമായ ഉണർവ്. ഇപ്പൊ ക്രിസ്തുവിന്റെ ഇത് ഞാൻ പറഞ്ഞ തന്നെ സൂഫിസം മുന്നോട്ട് വെക്കുന്നു, ബുദ്ധിസം മുന്നോട്ട് വെക്കുന്നു, ശരിയായ യേശു ക്രിസ്തുവിന്റെ ദർശനങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഏകമായ ഒരു സ്നേഹം, ഒരു മുൻവിധിയും ഇല്ലാത്ത സ്നേഹം, അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ്. ഒരു മുൻവിധിയും ഇല്ലാതെ ഒരാളെ സ്നേഹിക്കുക, അത് പ്രണയമോ കാമോ ഒന്നും അല്ലാതെ ഒരാളെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ ആകണമെന്നാണ് സൂഫി വര്യനായ ജലാലുദ്ദീൻ റൂമി, കവി കൂടിയാ, അദ്ദേഹത്തെ പറയുന്നത്. നിങ്ങളുടെ പ്രണയം ഒരു പെണ്ണെ പ്രണയിക്കും പോലെയല്ല, നിങ്ങൾ ദൈവത്തെ എങ്ങനെ പ്രണയിക്കുന്നു എന്നോ പോലെ മറ്റൊരാളെ പ്രണയിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വലിയൊരു കാര്യം. അത് തന്നെയാണ് ക്രിസ്തുവും പറഞ്ഞു വെച്ചത്. അത് തന്നെയാണ്. കാരണം സ്നേഹത്തിന്റെ ആഴത്തിലുള്ള രൂപം തന്നെയാണ്. വൈയക്തികമായി ഞാൻ അവസാനമായി ഈ ലോകമെമ്പാടും നമ്മുടെ ചുറ്റുപാടുകളും ഒക്കെ നക്ഷത്ര ദീപങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. ഇനി പടക്കങ്ങളൊക്കെ പൊട്ടുകയായി. നമ്മുടെ നാട് ഒരു ക്രിസ്മസിലേക്ക് ഉണരുകയാണ്. ക്രിസ്മസ് രാവുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പുതുവർഷവും തുടങ്ങും. മഞ്ഞണിഞ്ഞ ലോകത്തിൻ്റെ പകുതിയിലധികം രാജ്യങ്ങളിൽ മഞ്ഞ് പുതഞ്ഞു കിടക്കുകയാണ്, തണുപ്പുണ്ട്. ഇങ്ങനെയുള്ള ക്രിസ്മസ് രാത്രിയിലാണ് ക്രിസ്തു ജനിച്ചതെന്നും പറയുന്നുണ്ട്. ഇപ്പം നാടെങ്ങും ഒരു ക്രിസ്മസിലേക്ക് വഴുതുമ്പോൾ വ്യക്തിപരമായി അല്ലെങ്കിൽ വൈയക്തികമായി സത്യൻ കോനാട്ടെന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകൻ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് നിന്നും മാറി നിൽക്കുമോ? ഞാൻ ഈ ആഘോഷങ്ങളെ കണ്ട് പരിഭ്രമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്കിപ്പോൾ ഈ ഒരു അഭിമുഖത്തിൽ പറയാൻ പാടില്ലാത്തൊരു കാര്യം പറയേണ്ടി വരും. എൻ്റെ ക്രിസ്മസ് ദിനം അന്ന് മിക്കവാറും ആഹാരം കഴിക്കാത്ത ദിവസമായിരിക്കും. ഞാൻ ഈ സമീപ നാടുകളിൽ ഏതാണ്ട് ഒരു 17 വർഷങ്ങളായിട്ട് ചെങ്കുളം മേഴ്സി ഹോമിൽ ആരെയും ബുദ്ധിപ്പെടുത്താതെ പോകുന്ന ഒരാളാണ്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം തിരിച്ചറിയാൻ അത്തരം ആളുകളുടെ ഇടകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ബാധ്യത നമ്മുടെ സമൂഹം കാണിക്കണം എന്നുള്ള എളിയ ഒരു അഭിപ്രായമാണ് ഈ എഴുത്തിന്റെ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനാവും. അത് തെരുവിൽ നടന്നാൽ പോലെ തെരുവിലുള്ളവരെ കാണണം, മറ്റുള്ളവരെ കാണുക എന്നുള്ളതാണ് ഈ ക്രിസ്മസിൽ ഏറ്റവും വലിയ എന്ന് പറഞ്ഞത് നെരൂദയാണ് ലോകത്ത്. നിങ്ങൾ തെരുവിലെ രക്തം കാണണം എന്ന് പറയുന്നത്, അല്ലാതെ വെറുതെ അവിടെ ഇടാൻ തെരുവിലെ രക്തം അത് മനുഷ്യർ എന്ന് പറയുന്ന പോലെയാണ് അങ്ങ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും മെക്സിക്കോവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയപ്പോൾ എത്രയോ ആളുകളാണ് ഈ ക്രിസ്മസിലേക്കുള്ള ഒരുക്കങ്ങളുമായി അവിടെ എത്തുന്നതെന്നറിയുമോ? എന്ന് പറയുന്ന ക്രിസ്മസിലേക്ക് അവർക്കുള്ള ആഹാരവുമായി ഒക്കെ ഒത്തിരി കരുതലോടെ പ്രവർത്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അത് തീർച്ചയായിട്ടും അതിന് വളരെ നാളുകൾക്ക് മുമ്പേ മുതൽ അങ്ങോട്ടേ ഒരു പ്രവാഹം ഞാൻ കാണുകയുണ്ടായി. അത് ആളുകൾ കരുതുന്നുണ്ട്, തീർച്ചയായിട്ടും കരുതുന്നുണ്ട്. കാര്യങ്ങൾക്ക് നല്ലതാണ് അങ്ങ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത്തരം അനാഥരായ ആളുകളെ ആണ് ചേർത്ത് പിടിക്കേണ്ടത്. പ്രത്യേകിച്ച് ക്രിസ്തു അങ്ങനെയാണല്ലോ ചെയ്തത്, മനുഷ്യരെയാണല്ലോ അദ്ദേഹം തപ്പിയെടുത്തത്. ഞാൻ മനുഷ്യരെ തേടുന്നവനാണ് എന്ന് ക്രിസ്തു പറഞ്ഞതുകൊണ്ടാണ് തേടിയ ശിഷ്യന്മാരിൽ 12 പേരെയും അദ്ദേഹം മുക്കുവർക്കിടയിൽ നിന്ന്
ഏറ്റവും ലളിതമായി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നാണ് കണ്ടത്. അപ്പോൾ കടലും കാറ്റും പ്രകൃതിയും മരിച്ചവരും ഒക്കെ ക്രിസ്തുവിന് ഉറ്റവരായിരുന്നു. ഒപ്പം ക്രിസ്തുവിന് അവരുടെ ഭാഷയും അറിയാമായിരുന്നു. അത്രമാത്രം ഇഴുകിച്ചേർന്ന ജീവിതവും ഒപ്പം തന്നെ മനുഷ്യരും മനുഷ്യജീവിതവും പ്രകൃതിയുമൊക്കെയായി ഇഴുകിച്ചേർന്ന ക്രിസ്തു അന്നേ സ്ത്രീ സമത്വത്തിൻ്റെയും കൂടി വക്താവായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. നമുക്ക് അവസാനിപ്പിക്കാം. രണ്ടുപേർക്കും അവാർഡ് കിട്ടിയ രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഈ സമയത്ത് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സാഹിത്യരംഗത്ത് ഇത്രയും നേരവും മീഡിയ നെറ്റിൽ ചർച്ചയ്ക്കിരുന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു. നന്ദി. മതങ്ങൾ കൂടുതൽ സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഒരു കെട്ടകാലത്ത് മതദർശനങ്ങൾ മുന്നോട്ട് വെച്ച മൂല്യങ്ങൾ ഇല്ലാതാവുന്നുണ്ടോ? അടിസ്ഥാനപരമായി ഇത്തരം ദർശനങ്ങളിൽ നിന്നും മാനവരാശി വ്യതിചലിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ്? നമുക്ക് ചിന്തിക്കാം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. നന്ദി, നമസ്കാരം.